ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഉള്ളിലൊന്നും എണ്ണ പിടിക്കാത്ത ഒരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നല്ലൊരു ഇറച്ചിപ്പത്തിരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. ഇത് മാത്രമല്ല നമ്മൾ കുഞ്ഞിക്കലത്തപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ രണ്ടെണ്ണം മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ ഒരു മസാല ഉണ്ടാക്കുക, ഉള്ളിയെല്ലാം വാട്ടുക, അത് ഒരു വലിയ ടാസ്ക് തന്നെയല്ലേ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ടിപ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങാനുണ്ട്. ഞാനെല്ലാം സെറ്റാക്കിയിട്ട് കൂടുതൽ വിശദീകരിച്ചിട്ട് ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കേ ആയിട്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടി കറക്റ്റായിട്ട് ഞാൻ കൊടുത്തില്ല. എല്ലാം ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാക്കിയിട്ടായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ടവർ ഒന്ന് മെസ്സേജ് ഇടുക. ഇതുപോലെ ഒരുപാട് ടിപ്സൊക്കെ ഞാൻ ക്ലാസ്സിലൂടെ പറയും. നമ്മൾ ഓരോ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ടേസ്റ്റ് കൂടുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടാവും, പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്ന് ഞാനിതാ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ആദ്യം ചേർത്തത്. പിന്നെ പച്ചമുളക് ചതച്ചതും ചേർത്ത് അത് നന്നായി വഴറ്റിയ ശേഷം നമ്മൾ സവാള ഇട്ടത്. സവാള ഞാൻ വഴറ്റി വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ സവാള വാറ്റി അങ്ങനെ വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ ഒന്ന് വാട്ടി കുറച്ച് കൂടുതൽ തന്നെ വാട്ടിയിട്ട് വെക്കും. അതിന് ശേഷമാണ് ബീഫ് ചിക്കന് അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ മസാലയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ചിക്കൻ്റെ മസാലയും ഇട്ട് അതിനനുസരിച്ചിട്ടുള്ള സവാളയും ഇട്ട് നന്നായി ഇളക്കി ഇതുപോലെ മിക്സാക്കി എടുക്കും. അപ്പോൾ ഇത് കുറച്ച് എണ്ണയെല്ലാം ഒഴിച്ച് നല്ലോണം ഒരു മുരിഞ്ഞ പോലെ അങ്ങനെ ആക്കിയെടുത്താൽ അതിന് ടേസ്റ്റ് നല്ലോണം ഉണ്ടാകും. അപ്പോൾ മസാലയെല്ലാം നന്നായി മിക്സാക്കിയ ശേഷം ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഇടുന്നത്, പൊടിച്ച് വെച്ച ക്യാരറ്റും ഇട്ട് നന്നായി മിക്സാക്കി എടുക്കും. അപ്പോൾ ഇത് എല്ലാത്തിനൊന്നും ഇടുന്നില്ല, ചില റെസിപ്പിയിലൊക്കെ ക്യാരറ്റ് ഇടുമ്പോൾ അതിന് വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഈ ചിക്കൻ തന്നെ ഇട്ടാൽ തന്നെ മതി. ചിക്കൻ ഇടുമ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ആയിട്ട് ഇടണം. ഈ ക്യാരറ്റ് ഇടുന്നില്ലെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നത്. ഇതിലേക്ക് ഞാനിതാ ഉപ്പ് ചേർക്കുന്നത് ഈ ഒരു സമയത്താണ്. നമ്മൾ എല്ലാം ഇട്ട് മിക്സാക്കിയ സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇത് മിക്സാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുക എന്നുള്ളത്. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഈ ഒരു സമയത്ത് മിക്സാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയും നമ്മുടെ ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനമൊക്കെ ചേർക്കണം. പിന്നെ കുരുമുളക് പൊടി, ആ ഒരു കുരുമുളക് പൊടീൻ്റെ കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടി ഇടുമ്പോഴേ നല്ല ടേസ്റ്റായിരിക്കും ബീഫിനൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിനിടയിലൊക്കെ ഞാനിത് ഈ ഒരു കുഞ്ഞിക്കലത്തപ്പം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ പണി രാവിലെ തന്നെ തുടങ്ങിയാൽ കഴിഞ്ഞാലേ ആ ഒരു സമയത്ത് എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മളിതുണ്ടാവും. ഇതിന് ഒരുപാട് ടൈം ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്യുന്നതിനോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യലുണ്ട്. അപ്പോൾ വൈകിക്കണ്ട, നിങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ. എങ്ങനെയാണ് ഇത് തുടങ്ങുക, ഏത് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ കൂടി പറയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇലകളും ഇട്ട് എല്ലാം മിക്സാക്കി ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ചിക്കൻ്റെ വലിയ 2 ബ്രസ്റ്റ് പീസ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ചേർക്കുന്നത് വിനീഗറാണ് കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ വിനീഗറും ചേർത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒരു 10-15 മിനിറ്റോളം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ വെക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിലിലോട്ട് നമ്മൾ ഇത് വെച്ച് നന്നായിട്ടൊന്ന് പൊരിച്ച് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് സവാളയൊക്കെ വഴറ്റി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി
പിന്നെ പെരിഞ്ചീരകവും അങ്ങനെയുള്ള കാര്യമൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ ചിക്കന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ചിക്കൻ ഒരുപാട് ചെറിയ പീസാക്കാൻ പാടില്ല. സ്നാക്കിലെല്ലാം കുറച്ച് വലിയ പീസ് തന്നെ ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ഗരം മസാല അങ്ങനത്തെ ഒക്കെ ചേർക്കും. നമ്മുടെ ചിക്കൻ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ഇന്നത്തെ സ്നാക്ക് ഒന്ന് കാണിച്ചാലോ. ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ നല്ല തിന്നാക്കി കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആവി കയറ്റിയിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി കേട്ടോ. നല്ല തിന്നാക്കി കിട്ടണം. അപ്പോഴാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് വരുന്നത്. അതുപോലെ നല്ല ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് സൈസ് കുറച്ച് കൂടുതൽ തന്നെ വലിയ സൈസായിട്ടും കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കിയ ശേഷം നമ്മൾ സൈഡെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് മൈദപ്പശ വേണം. അതെല്ലാം സൈഡൊക്കെ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്കിത് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പരത്തുന്ന സമയത്ത് ബ്രെഡൊന്നും പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ പരത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ 3 എണ്ണം വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നല്ല തിന്നാക്കിയിട്ട് കിട്ടും ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ പരത്തി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല തിന്നാക്കിയിട്ട് കിട്ടും. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് ഇതുപോലെ പരത്തണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടാണ്. പഴയ ബ്രെഡ് കൊണ്ട് ചെയ്താൽ നമ്മൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് ഇളകി പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ പരത്തി ഓരോ ലെയറാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ തക്കാരപ്പെട്ടിയാണ്. ഇത് ഒരു ബോക്സ് ടൈപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ബോക്സ് ടൈപ്പ് ബ്രെഡിൽ ചെയ്യുമ്പോൾ 2 സ്ലൈസ് ബ്രെഡൊക്കെ വേണ്ടി വരും. അപ്പോൾ 2 സൈസ് വേണ്ട, നമ്മൾക്ക് ഒരെണ്ണത്തിൽ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടും ബോക്സ് ടൈപ്പ് ആക്കിയിട്ടും ഒക്കെയാണ് ഒരേ സ്ലൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം സൈഡ് ഒന്ന് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒട്ടില്ല. നമ്മളതിലേക്ക് കുറച്ചൊന്ന് മൈദ ഒന്ന് സൈഡെല്ലാം തൂവി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. സാധാരണ ഇത് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ സമൂസേൻ്റെ ഷീറ്റൊക്കെ ഇല്ലേ, അതുപോലത്തെ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരെണ്ണം തിന്നാൽ തന്നെ നമ്മളെ വയറ് നിറയണം എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ബാറ്ററും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കടലപ്പൊടിയാണ് എടുക്കുന്നത്. 1 കപ്പോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ കട്ടിയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കണം. കടലപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. നോർമൽ മൈദയും കൂടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ കടലപ്പൊടി എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് അതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ഇനി ബ്രെഡ് പൊടിയിലാണ് ഇടുന്നത്. ബ്രെഡൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തേക്കാക്കി നമുക്ക് മാറ്റി വെക്കാം. ഓരോ സ്നാക്കും ഇതുപോലെ ആക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം ഞാനിതാ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊടിയെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് അത് ഇളകിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് മുന്നേ ചെയ്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് സമയം ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ആ ഒരു ഗ്യാപ്പിൽ നമ്മളിതാ ഇറച്ചിപ്പത്തിരി ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ ഇറച്ചിപ്പത്തിരീൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയുള്ളൂ. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല നെയ്യെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ ഡോ. അപ്പോൾ നല്ല ക്രിസ്പി ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ആദ്യമൊക്കെ ഞാനിത് ചെയ്യുന്ന സമയത്ത് സൈഡെല്ലാം ഭയങ്കര ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തിന്നാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊന്ന് മാറ്റി നോക്കിയിട്ട് അങ്ങനെ ലാസ്റ്റായിട്ടാണ് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു റെസിപ്പി കിട്ടിയത്. അപ്പോൾ നല്ല നെയ്യെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കും കൂടി പൊരിച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവണം. ആ ഒരു സമയത്താണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ചാലറിയും. കറക്റ്റ് അതുപോലെ ഫോളോ ചെയ്താൽ ഒരിക്കലും ഉള്ളിൽ എണ്ണ പോവില്ല കേട്ടോ. നല്ല ക്രിസ്പി ഉണ്ടാവും. ഉള്ളിലോട്ട് ഒട്ടും എണ്ണ പോവാത്ത രീതിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നെടുക്കുന്നത്. ചില സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഓരോരോ ആൾക്കാർ പറയാറുണ്ട് ഉള്ളിലോട്ട് നല്ലോണം എണ്ണ പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. നിങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഓരോ വീഡിയോ ഉണ്ടല്ലോ അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എണ്ണ പിടിക്കും
പിടിക്കില്ല, ഇത് ഉറപ്പാണ്. ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ എണ്ണ പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ളിലോട്ട് ഒരു തരി പോലും എണ്ണ പോവാത്ത രീതിയിലാണ് നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്നത്. നല്ല ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മളിത് കോരി മാറ്റാം. ഇത് നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ ആണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ് കുറച്ച് കൂടുതൽ തന്നെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫില്ലിങ് കുറഞ്ഞ പോലെ ആ ഒരു ഫീലിംഗ് വരാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ നല്ലോണം പറ്റുന്നത്രയും നല്ലോണം ഫില്ലിംഗ് ആയിട്ട് വെക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ കളറായ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത് നമ്മളിനി കഴിച്ചിട്ടും കൂടെ കാണിച്ചു തരാം. നല്ല ക്രിസ്പി, നല്ല ഒരു സ്നാക്കാണ്. ഉള്ളിലൊന്നും ഒട്ടും എണ്ണ പിടിക്കാത്ത ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലത്തെ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.